നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. താൻ കുടിക്കാൻ എടുക്ക. ഓ, കുട്ടികളെ ഇതുവരെ കണ്ടില്ലല്ലോ തിരുമേനി. ഹോമം കഴിയുന്നവരെ മുത്തശ്ശന് കൂട്ടുനിൽക്കാൻ പറഞ്ഞിട്ടാ ഗോവിന്ദ് ശിവകാട്ടിലേക്ക് പോയത്. ഞാൻ ആളെയും കൂട്ടി അന്വേഷിച്ചു പോട്ടെ? വേണ്ട, അവർക്കൊരാപത്തും പറ്റിയിട്ടില്ല. വളരെ കാലത്തിന് ശേഷമാ ശിവക്കാട്ടിലെ ശിവലിംഗത്തിന് മുന്നിൽ അഖണ്ഡ ജ്യോതി തെളിഞ്ഞു കഴിഞ്ഞു. പൂജാമുറിയിലെ ഹോമാഗ്നിയിൽ ഞാനത് തെളിഞ്ഞു കണ്ടു. അഖണ്ഡ ജ്യോതിയുമായി പോയത് സാക്ഷാൽ ലക്ഷ്മി തന്നെയാണോ വാര്യരെ? അതിശയോക്തി പറയുകയല്ല. അവളുടെ കണ്ണിൽ തെളിഞ്ഞ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ നിസ്സഹായനായി നിന്നുപോയവനായി ഈ ഭദ്രമോസ്. ഞാൻ കേട്ടിട്ടുണ്ട്. പെരുവണ്ണാവരത്തുകാര് ആ കുട്ടിയെ കാണുന്നത് പെരുവണ്ണാവരത്തമ്മയുടെ മകളായിട്ടാ. അത് നിശ്ചയം. അല്ലെങ്കിൽ അവൾക്ക് അഖണ്ഡ ജ്യോതിയുടെ മുന്നിൽ പോലും ചെന്നെത്താനാകുമായിരുന്നില്ല. അതിനു മുന്നേ അവൾ മരിച്ചു വീഴുമായിരുന്നു. തിരുമേനി, ഗോവിന്ദും ലക്ഷ്മി എത്തിക്കഴിഞ്ഞു. മുത്തച്ഛ, എനിക്കെന്റെ മുത്തച്ഛനെ തിരിച്ചു കിട്ടി. എല്ലാം മഹാദേവന്റെ അനുഗ്രഹം മോനെ. മോളെ ലക്ഷ്മി, അരുത് കുട്ടി, നിന്നിൽ ഞാൻ കാണുന്നത് ശിവചൈതന്യമാണ്. ഈ നിമിഷം മുതൽ നിന്നെ ഞാൻ കാണുന്നത് എന്റെ മകളുടെ പ്രതിരൂപമായിട്ടാണ്. എന്റെ മകൾ പുനർജനിച്ചത് നീയായിട്ടാണ് മോളെ. ഞാൻ നിന്റെ ചേച്ചിയുടെ ചികിത്സ ഏറ്റെടുത്തത് പോലും ദൈവനിയോഗമായിട്ടാണ്. എന്റെ ചേച്ചി എഴുന്നേറ്റ് നടക്കില്ലേ തിരുമേനി? ഇനിയും കണ്ണു തുറക്കാതിരിക്കാൻ ഏത് ദൈവത്തിന് കഴിയും? വരൂ, സ്വാതിയെ പോയി കാണാം. ശുഭകരമായൊരു വാർത്ത തന്നെ മോൾക്ക് പ്രതീക്ഷിക്കാം. വരൂ. എന്തൊക്കെയാണോ ഞാൻ ഈ കേൾക്കുന്നത്? താൻ വരൂന്ന് കരുതി സ്വാതിയുടെ മുറിയുടെ പുറത്ത് കാവലെന്ന് ഞാൻ മടുത്തു. ലക്ഷ്മിയുടെ നീക്കം എന്താണെന്ന് എനിക്ക് അറിയാൻ കഴിയാതെ പോയി. അവള് പുറത്തേക്ക് പോകുന്നതാണ്ടാ ഞാൻ ഫോളോ ചെയ്തു പോയത്. എന്നിട്ട് അവളും ഗോവിന്ദും എവിടെ? തിരുമേനിയെ കാണാൻ പോയതാ. നമ്മൾ ഇവിടെ ഉള്ള വിവരം തിരുമേനി അറിയാൻ പാടില്ലല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.